അമ്പോ കൊച്ചുമോൻ്റെ അമ്മാമ്മ, മാമ്പിള്ളി ആൻറ്റി, ഫാമിലി അച്ചാറക്കട മസാലപ്പൊടി ഇതിൽ നിന്ന് എടുക്കാം. എല്ലാം അറിയണോ അല്ലേ? ഡൗട്ട് നമ്മളത് പുറത്തെടുക്കുകയാണ്. അപ്പോ എന്തോ ഒരു ഗിഫ്റ്റ് ഇന്ന് ജോസഫ് പിയൂസേട്ടൻ അയച്ചു തന്നിട്ടുണ്ട്. എന്തായാലും ഒന്ന് പൊട്ടിച്ചു നോക്കട്ടെ എന്താണെന്നുള്ളത്. ഓക്കെ, ജിൻസൻ എം ടി എന്നാണ് അയച്ചേക്കണേ. ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് മാത്രമാണോ പൊട്ടിച്ചു നോക്കാതെ? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞില്ലേ മാർപ്പാപ്പട കിട്ടാൻ പറ്റില്ല. അതിന് തന്നെ നമുക്ക് മാർപ്പാപ്പയുടെ പൊന്ത് ഒന്നാമത്തെ രണ്ട് കൊന്ത, കുഞ്ഞിക്കൊന്ത, ചെറുമാലക്കൊന്ത വന്നിട്ടുണ്ട്. ഒപ്പം വലിയ കൊന്തയുണ്ട്. അടുത്തത് നമ്മൾ പുറത്തെടുക്കുന്നു കൊച്ചിനുള്ള പാവപ്പെട്ട് അടുത്തത് വീണ്ടും ഒരു പുതിയ വേഷം. മിഠായിയാണ്. ഒപ്പിക്കാൻ്റെ കൂടെ വെക്കുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വെറൈറ്റി മിഠായി. അടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒലിവായ എല്ലാവരും ഭയങ്കര ഒരു എനർജി. വീണ്ടും നമുക്ക് വരുന്നു ഒരു രാഗിട്ട എഴുതണം. അടുത്തതായിട്ട് വരുന്നു എന്നതിലേക്ക് ലൈറ്റ്സാണ്. മാമേ ഏറ്റവും അടുത്തതായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നു കിഴിയാണ്. മാർപ്പാപ്പപ്പെട്ട ലേഖനം അമ്മാവയ്ക്ക് സർട്ടിഫിക്കറ്റ്. മാർപ്പാപ്പയുടെ ഒരു ഫോട്ടോ. അതെ, കൊച്ചുമോന്റെ അമ്മാമ്മ. ദൈവമേ, വിത്ത് പോപ്പിന്റെ ചെയ്യുന്നത് ഫ്രെയിം ചെയ്യണം നമുക്കപ്പ. അമ്പോ കൊച്ചുമോന്റെ അമ്മാമ്മ, മാമ്പിള്ളി ആൻറ്റി, ഫാമിലി പോപ്പിന്റെ അടുത്തായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. ഇത് പവിത്രമായിട്ട് സൂക്ഷിച്ചു. നമുക്ക് ഇത് ചെയ്യണം. ഇതപ്പോൾ ഫ്രെയിം ചെയ്യണം. പോപ്പിന്റെ അടുത്ത് നിന്ന് അമ്മാമ്മയുടെയും കൊച്ചുമോൻ്റെയും പേര് എഴുതി വന്നേക്കുന്ന ഒരു ബോക്സാണ്. താങ്ക്സ് ഫോർ നേരത്തെ പൊട്ടിക്കാം. എനിക്ക് ഇനി പൊട്ടിക്കാണ്ട് എന്തെല്ലാം കൂടി നോക്കാം.
പീസായതുകൊണ്ട് മേടിക്കുന്നൊരു സ്റ്റാൻഡ് അച്ചാറുണ്ടാക്കാം. അച്ചാറൊക്കെ മസാലപ്പൊടി നിന്നെടുക്കാം. അങ്ങനെയുണ്ട്. തമ്മി നല്ലൊരു കാര്യം പറഞ്ഞോളൂ. അച്ചാർ കമ്പനി തുടങ്ങുമ്പോ ഒരു കെട്ടക്കുള്ള സാധനം വാങ്ങിക്കണം. അതായില്ലേ ഓക്കെ. അപ്പൊ അതായി അപ്പൊ അടിപൊളി സാധനം നോക്കട്ടെ നോക്കട്ടെ 1 by 1 ആയിട്ട് എല്ലാം നമുക്ക് പൊട്ടിച്ചെടുക്കാം. രണ്ട് പാവ എന്താണ് എന്തുണ്ട് തുറക്കാൻ പറ്റില്ല. അതിൽ ഇത് ടൈറ്റ് ആവാനായിരിക്കുള്ളൂ. അടുത്തായിട്ടാണ് വെറൈറ്റി ഐറ്റം. എന്താണ് ഇത് പൊട്ടിച്ച് നോക്കിയാലേ മനസ്സിലാവും. ഇത് പൊട്ടിയിട്ടൊന്നുമില്ല. എന്താണെങ്കിലും ഒന്ന് പൊട്ടിച്ച് നോക്കാം. എന്താണെന്നാണ് വീട്ടിലെല്ലാവരും കാണിച്ചത്. എല്ലാവരും ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്നു. റോസ്മിയാണ് ക്യാമറ. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതെന്താണെന്നുള്ളത് മാമേ നമ്മുടെ ഊഹത്തിൽ അറിയണല്ലേ ഡൗട്ട്. എല്ലാവർക്കും കാണാം. വിധിയാണ്. നമുക്കൊരു വിധി വന്നിട്ടുണ്ടെന്ന് അപ്പൊ അതെ നമ്മ സംഭവം പുറത്തെടുത്തിട്ടുണ്ട്. ഇത് റോമിന്ന് തന്നെ വന്നേക്കാണ്. വത്തിക്കാനിന്ന്. അതെന്തായാലും നമ്മളത് പുറത്തെടുക്കുകയാണ്. വൈനാണ്. ഇത് ഇംഗ്ലീഷ് നമുക്കെന്തായാലും ഇത് നല്ല ഗിഫ്റ്റുകളായിട്ട് ഇത് വീര്യമില്ലാത്ത വഴി ഇതേതായാലും എല്ലാവർക്കും. അപ്പൊ ഇത്രയും നിറച്ച് ഗിഫ്റ്റുകൾ അയച്ചു തന്ന ചേട്ടായിക്ക് ഒരുപാട് നന്ദി. ദൈവം ചെയ്തിട്ട് മാമ എന്താ പറയാനുള്ളത്? അവിടെ നോക്കി. പ്രാർത്ഥനയിലൊക്കെ ഓർക്കും. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഓക്കെ. ഇതൊന്നും പൊട്ടിച്ചാല. പക്ഷെ എന്റെ അത്രയും വരില്ല. കുളം വരെ ഉപ്പിലിട്ടത് എങ്ങനെ തുറക്കും? അങ്ങനല്ല.
പല്ലെന്താ നോക്കിയേ പൊട്ടിച്ച് പുക വരണോ? അപ്പോൾ ഒരു കത്തുണ്ട്, പക്ഷേ നനഞ്ഞു പോയി. എന്നാലും നമ്മളത് വായിക്കും. പ്രിയ അമ്മാമയ്ക്കും കൊച്ചുമോനും പിന്നെ കുടുംബാംഗങ്ങളിലെ എല്ലാവർക്കും വീഡിയോ ഒക്കെ കാണാറുണ്ട്. ഞാൻ 25ഓളം വർഷമായി ലോകത്ത് പല രാജ്യങ്ങളിലും ജോലി ചെയ്യുന്ന ഒരു അച്ഛനാണ്. ഇപ്പോൾ ഇറ്റലിയിലെ വെനീസിലാണുള്ളത്. നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഉള്ള ചുറ്റുപാടുകളിൽ അവതരിപ്പിക്കുന്ന നല്ല മെസ്സേജുകൾ നൽകുന്ന വീഡിയോസ് ആണ് എല്ലാം. എൻ്റെ അമ്മാമ്മയ്ക്കും കൊച്ചുമോനും പിന്നെ എല്ലാവർക്കും അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ മൂല്യങ്ങളാണ്. ജനറേഷൻ ഗ്യാപ്പും ബഹുമാനവും സ്നേഹവും ഒപ്പം അടിച്ചുപൊളിയും ഒക്കെയായിട്ട് ദിനങ്ങൾ നിങ്ങൾ തെളിയിച്ചു. ഞാനൊരു അച്ഛനാണ്. ഇതിൽ അമ്മാമയ്ക്ക് ഫ്രാൻസിൽ മാർപ്പാപ്പ ആശീർവദിച്ച മംഗളപത്രം, വത്തിക്കാനിൽ നിന്നും പരിശുദ്ധ സിംഹാസനത്തിൻ്റെ ഒഫീഷ്യൽ സീലും ഇത് സാക്ഷ്യപ്പെടുത്തുന്ന മെത്രാപ്പോലിത്തയുടെ കയ്യൊപ്പും സഹിതം ഞാൻ അമ്മാമയ്ക്ക് വളരെ നാളത്തെ പരിശ്രമത്തിൻ്റെ ഫലമായി ലഭിച്ചത് സന്തോഷത്തോടെ അയക്കുന്നു. അതാണ് അമ്മാമ. ഇത് ഞങ്ങൾക്ക് കിട്ടി. അടിപൊളി. ഏതായാലും അമ്മാമക്ക് ഒരുപാട് സന്തോഷമായി. അമ്മാമ ഇത് ഫ്രെയിം ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചേക്കാണ്. ഇത് അമ്മാമയ്ക്ക് വളരെ സന്തോഷത്തോടെ ലഭിച്ചതാണ്. സാധാരണ ഇത് ഫ്രെയിം ചെയ്ത് വീടുകളിൽ സൂക്ഷിക്കാറുള്ളതാണ്. അതെ, ഞങ്ങളും ഫ്രെയിം ചെയ്യാൻ തന്നെ വെച്ചേക്കുന്നു. ഇറ്റലിയുടെ സ്വന്തം ഒലിവുകായകളും വയ്ക്കുന്നു. ഇതുകൊണ്ട് അമ്മാമയുടെ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യുമോ? തീർച്ചയായും. ഇതുകൊണ്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ എന്തായാലും ഞങ്ങൾ ചെയ്തിടും. ഒരുപക്ഷെ ഇറ്റലിയിലെ ഒലിവുകായ കൊണ്ട് നമ്മുടെ നാടൻ അച്ചാറിടുന്ന ആദ്യത്തെ ആളുകൾ നമ്മുടെ അമ്മാമയായിരിക്കും. ഫ്രാൻസിൽ മാർപ്പാപ്പ സ്വയം ആശീർവദിച്ച 5 കൊന്തയും ഇതിനോടൊപ്പമുണ്ട്. ഒരു കുഞ്ഞു സമ്മാനത്തിൻ്റെ സ്നേഹമധുരം എല്ലാവർക്കും. ജോമോൻ, ആൽഫി, ലെക്സൻ, റോസ്മി എല്ലാവരെയും ഇതിനകത്ത് ഞാൻ പങ്കുവെക്കുന്നതായി ഓർക്കുന്നു. ദൈവാനുഗ്രഹവും പ്രാർത്ഥനയും ഒപ്പം പുതിയ സംരംഭമായ അച്ചാറുകടയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് അച്ഛനൊരു കത്ത് എഴുതിയിട്ടുണ്ട്. അടുത്ത പോയിന്റ്, അമ്മാമയ്ക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരിയായ കട നടത്തുന്ന അയൽക്കാരി ചേച്ചിയും എൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. രാധാമണി ചേച്ചീനെയും ഓർത്തിട്ടുണ്ട്. അപ്പോൾ ആരെയും അച്ഛൻ മറന്നിട്ടില്ല. അപ്പം അച്ഛന് ഒരുപാട് നന്ദി. അച്ഛനോട് എന്താ പറയാനുള്ളത്? ഇവിടെ പറഞ്ഞു പറഞ്ഞോ. നാട്ടിൽ വരുമ്പോ ഞങ്ങളെയൊക്കെ ഒന്ന് അറിയിക്കണം. ഇവിടെ വരണം. നമുക്ക് അച്ചാറൊക്കെ കൂട്ടി ഭക്ഷണമൊക്കെ കഴിച്ച് പോകാം. പ്രാർത്ഥനയിലൊക്കെ ഓർക്കണം. ഒരുപാട് സന്തോഷം. സന്തോഷമായി. ഭയങ്കര സന്തോഷം. അപ്പോൾ ഒരുപാട് സന്തോഷം. പ്രാർത്ഥനകളിലൊക്കെ ഇനി ഞങ്ങളെയൊക്കെ ഓർക്കാം. അപ്പോൾ എല്ലാം ഞങ്ങൾ പൊട്ടിച്ചു. അയച്ചു തന്നതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അല്ലേ, അമ്മാമക്ക് കിട്ടിയതിൽ വെച്ച ഏറ്റവും വലിയ അനുഗ്രഹം നിറഞ്ഞ സമ്മാനങ്ങൾ അയച്ചു തന്ന അച്ഛന് ഒരുപാട് നന്ദി. അല്ലേ, അപ്പോൾ ഓക്കെ, താങ്ക് യു. നാട്ടിലേക്ക് വരുമ്പോൾ അമ്മാമ പറഞ്ഞ പോലെ വീട്ടിലേക്കൊക്കെ വരണം. നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം. അല്ലേ, ഇത് ഫ്രെയിം ചെയ്ത് വെക്കുമെന്ന് പറഞ്ഞ് അമ്മാമ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ടാറ്റാ. അപ്പോൾ അച്ചോ, നമ്മളെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുമെന്ന വിശ്വാസത്തോടുകൂടി നമ്മൾ ചെറിയൊരു ടാറ്റ പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ടാറ്റാ.